എന്റെ വീട്ടിലെ പടി നീ കയറി പോരുത്. വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറേണ്ടത്? മാന്യനോ? നീയോ? ചേട്ടാ നിന്നെ ആരോടാ മാന്യന്മാരെ കൊടുത്തിപ്പെടുത്തുന്നേ? എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ അച്ചാരം കൊടുത്തിട്ട് നിൽക്കുന്ന നിന്നെ ആൺവർഗത്തിലും പെൺവർഗത്തിലും നിർത്താൻ പറ്റില്ല. ചേട്ടനൊന്ന് മനസ്സിലാക്കണം. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാ ഇതങ്ങ് ജപ്തി പോവും. അതിനു മുമ്പ് ചേട്ടനെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വന്നപ്പോ ചേട്ടനെ നാട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്നുമല്ലെങ്കിലും ഏട്ടന്റെ അനിയനല്ലേ ഏട്ടാ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ? ജപ്തിയായി കഴിഞ്ഞാ ഇങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ. ഏട്ടനെയും ഏട്ടത്തെയും പിന്നെ ഞാൻ വാടക വീട്ടിൽ വന്ന് കാണേണ്ടി വരില്ലേ? ഉപേന്ദ്ര, നിനക്ക് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാൻ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ ഏട്ടത്തി, അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വർഷങ്ങൾക്ക് മുമ്പേ ആകാമായിരുന്നു. എന്നെ ചതിച്ചിയാള് നിങ്ങളെ കഴുത്തി താലി കെട്ടിയ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നിന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഏട്ടത്തിയോട്. ആ സ്നേഹം എന്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം. വീഞ്ഞിന്റെ അവസ്ഥയാ, പഴകും തോറും അതിന്റെ വീര്യം കൂടും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. അതി സത്യഭാമയാടാ പറയുന്നത്. പറഞ്ഞു തീർന്നില്ല, ദാ വന്നല്ലോ. കുടുംബമായിട്ട് താമസിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഒക്കെ അറിഞ്ഞവൻ ഈ ദരിദ്രകുടിലേക്ക് വരുവോ? അല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്, ദാ മുന്നിൽ നിൽക്കല്ലേ. ചോദിക്കാനും പറയാനൊന്നുമില്ലടി. 2ാം കല്യാണം നടന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാ. അതിനെ സദ്യ തന്നില്ലായിരുന്നല്ലോ. അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഗംഭീര സദ്യ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്ന് ഓസിന് കഴിച്ചിട്ട് പൊക്കോ. തനിക്ക് കിട്ടിയൊന്നും പോരെ? എടോ, ഇങ്ങനെ പിന്നാലെ നടന്നായിരുന്നു തല്ലുപടിക്കാൻ നാണമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ഇവളെ പോലത്തെ നാണവും മാനും കെട്ട സാധനങ്ങളുടെ ഒപ്പല്ലേ കൂട്ട്. ഉപേന്ദ്രൻ ചിറ്റപ്പ, ഞാൻ വീണ്ടും നല്ല വ്യക്തമായ ഭാഷയിൽ പറയാ. പരിഭാവനമായ ഈ സ്ഥലം, എന്റെ അച്ഛന്റെ അമ്മയുടെയും കാലുകൾ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യക്കേടാ. നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണടക്കം ഇളക്കിയെടുത്ത് അങ്ങ് ഭാരതപ്പുഴയിൽ ഒഴുക്കിയാലും തീരാത്തത്ര പാപക്കറ നിന്റെയൊക്കെ ഒപ്പമുണ്ട്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ നിങ്ങളൊക്കെ? പിന്നെ ഈ സാധനം, ഇവള് തന്റെ കഴുത്തി ചുറ്റിയ പെരുമ്പാമ്പ. മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇവള് കുളന്തോണ്ടു. അതെനിക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അതുകൊണ്ട്
ഇവിടെ വിളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ കഴുത്തി പിടിച്ച് രണ്ടിനെയും പുറത്താക്കണോ? അപ്പൊ അപമാനിച്ചു വിടുകയാണല്ലേ? എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുന്നതാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാര കേന്ദ്രമാക്കും. അല്ലെങ്കിലേ ഇത് വ്യഭിചാരശാലയാക്കും. എടാ പൊന്നു. നീ എന്ത് ചെയ്യുന്നതാടാ പറഞ്ഞിട്ട്? വിഷ്ണു, ഒന്നുകൂടി പറയടാ. വിഷ്ണുടെ വിട്. പറയടാ. വിഷ്ണു വിട് വിഷ്ണുടാ. വേണ്ട വിടറാ. വിടാനല്ലേ പറഞ്ഞേ? ശ്ശെ, എന്തേ കാണിക്കുന്ന വിട്. മാറ്. മാറ്. നീയും മേടിക്കും. വേണ്ട. നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്നല്ലേ? അതുകൊണ്ടാ ഞങ്ങള് പട്ടച്ചാരായ ഒഴുക്കുന്ന പുഴയാക്കി മാറ്റാൻ പോകുന്നത്.